ഹായ്, എല്ലാവർക്കും പണിക്കേസ് വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ്, തേടി തേടി ഞാൻ അലഞ്ഞു എന്ന് ദാസേട്ടൻ പാടിയ വരികളെ ഓർമ്മിപ്പിക്കുമാറ് ഇന്ന് നമുക്ക് ഗെയിം ചേഞ്ചറെ തേടി കുമരകത്ത് അലഞ്ഞു നടക്കുന്ന ജിനൂസിനെ പരിചയപ്പെടാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ജിനൂസ് കഴിഞ്ഞ ദിവസം ബോട്ടിങ്ങിനായി കുമരകത്ത് പോയ കാര്യമാണ് ഈ പറയുന്നത്. ശ്രീബുദ്ധന് ബോധിവൃക്ഷ ചൂട്ടിൽ വെച്ച് ബോധോദയം കിട്ടിയ പോലെ കുമരകത്ത് ഇറങ്ങിയ ജിനുവിനും തലയിൽ സ്ട്രൈക്ക് അടിച്ചു. തന്റെ ആരാധനാമൂർത്തിയും BB4-ൽ വെച്ച് തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം കണ്ടന്റുകൾ തന്നവനുമായ ഗെയിം ചേഞ്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ കുമരകത്ത് വന്നിരുന്നു എന്ന കാര്യം അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്ന അവസ്ഥയിലായി നമ്മുടെ ജിനൂസ്. തന്റെ ഗെയിം ചേഞ്ചർ യാത്ര ചെയ്ത ബോട്ട് കണ്ടുപിടിക്കാനായി ജിനുവിന്റെ അടുത്ത ശ്രമം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കാഞ്ചനമാല നടന്നുപോയ വഴിയിൽ പതിഞ്ഞ കാലടിയിലെ മണ്ണെടുത്ത് സൂക്ഷിച്ച മൊയ്തീനെ പോലെ തന്റെ ഗെയിം ചേഞ്ചർ ഇരുന്ന സ്ഥലവും കുടിച്ച ചായക്കപ്പും തേടി അലയുന്ന നമ്മുടെ ജിനുവിന്റെ ആ നല്ല മനസ്സിനെ എന്നിട്ടും കുറ്റം പറയുന്നവരെ കാണുമ്പോൾ സഹിക്കുന്നില്ല. എന്നാൽ ജിനുവിന്റെ വിചാരം തനിക്കാണ് വലിയ ബുദ്ധിയെന്ന്. പക്ഷെ ഗെയിം ചേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളി തിരിക്കുന്നവനാണ്. ആ പുള്ളി ജിനു കുമരകത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി താൻ കയറിയ ബോട്ടും അവിടെ നിന്ന് മാറ്റി കുടിച്ച ചായക്കപ്പുമായി എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ? അതിനുമുമ്പ് ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? ഇദ്ദേഹം എവിടെയാണ്? പ്ലൂട്ടോയിലോ വ്യാഴത്തിലോ എവിടെയോ നിൽക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് കണ്ടതാണ്. ഇനി അവിടുത്തെ ഭാഷയാണോ ഈ സംസാരിക്കുന്നത്? പക്ഷെ ജിനുവിന്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായ മാതിരിയാണ്. പിന്നെ BB-യിൽ വെച്ച് റോബിന്റെ ഭക്ഷണത്തിൽ എന്തോ കണ്ടതൊക്കെ വാരിയിട്ടതല്ലേ? അത് പിന്നെ മന്ത്രവാദത്തിൽ പിഴച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതുവല്ലോ ആയിരിക്കും. ഇത് കേട്ട ഞാനും ഭൂരിപക്ഷം വരുന്ന പൊതുജനവും. അപ്പോൾ നിങ്ങൾ വരുന്ന കമന്റുകളാണ് ഞങ്ങളുടെ ആവേശം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.